ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചേന്ദമംഗലത്തേക്കാണ്. ചേന്ദമംഗലം എന്ന് കേൾക്കുന്ന പാലിയത്തെക്കുറിച്ചായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്ത് അച്ഛന്മാർ. അവർ താമസിച്ചിരുന്ന വീടാണ് പാലിയം എന്നറിയപ്പെടുന്നത്. ഡച്ച് വാസ്തുവിദ്യയിൽ 16-ാം നൂറ്റാണ്ടിലാണ് പാലിയം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 400 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ നിർമ്മിതിക്ക്. പാലിയത്തോട് ചേർന്ന് തന്നെ നാലുകെട്ട് എന്നുള്ളൊരു നിർമ്മിതിയുണ്ട്. നാലുകെട്ട് എന്ന് വെച്ചാൽ പാലിയം കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ. ഏതാണ്ട് 1.5 നൂറ്റാണ്ടുകാലം കൊച്ചി രാജാവിന് പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്ത് അച്ഛന്മാർ. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഇതിനൊരു മാറ്റം വന്നത്. ഇന്നും ഈ ചരിത്ര സ്മാരകം കേടുപാടുകൾ കൂടാതെ കേരള ഗവൺമെൻറ് സംരക്ഷിച്ചു പോരുന്നു. 1957 ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടുള്ള ഭാഗം വെപ്പിൽ ഇത് 218 കണ്ണികളായി പിരിഞ്ഞു. നാലുകെട്ടുകളില്ലാതായി. ഈ കാലത്തും പാലിയം നാലുകെട്ട് വളരെ അത്ഭുതകരമായൊരു കാഴ്ചയാണ്. നാലുകെട്ടിൻ്റെ അകത്തുകൂടെ ഉള്ള തുരങ്കത്തിലൂടെ അത്യാവശ്യ ഘട്ടത്തിൽ പാലിയം കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ 71 മുറികളാണ് പാലിയം കൊട്ടാരത്തിലാകെയുള്ളത്. ചില ഏരിയയിൽ ക്യാമറ ഉപയോഗിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. അതിനാലാണ് എല്ലാ ഭാഗങ്ങളും എനിക്ക് ചിത്രീകരിക്കാൻ സാധിക്കാത്തത്. എങ്കിലും സാധ്യമായ ഏരിയയിലെല്ലാം ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരാണ് പാലിയത്ത് അച്ഛന്മാർ. അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി ദീർഘിപ്പിക്കുന്നില്ല. പാലിയത്തോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് പാലിയം സത്യാഗ്രഹം. 1947 സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയത്തിൻ്റെ പരിസരങ്ങളിലൂടെ സമീപവാസികളായ താഴ്ന്ന ജാതിക്കാർക്ക് കടന്നു പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. അതിനാണ് സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. അതിൻ്റെ പ്രധാന വേദികളിലൊന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലിയം നാലുകെട്ടിൻ്റെ വഴികളും അതോടൊപ്പം തന്നെ പാലിയം ക്ഷേത്ര പരിസരവുമെല്ലാം പാലിയം സത്യാഗ്രഹം അരങ്ങേറിയ വേദികളിലൊന്നാണ്. പാലിയം തറവാടിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ് പാലിയം മഹാദേവ ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മാറ്റച്ചന്തയിലേക്കാണ്. എന്താണ് ഈ മാറ്റച്ചന്ത എന്നല്ലേ? നാണയവിനിമയം നിലവിൽ വരുന്നതിന് ബാർട്ടർ സംവിധാനം നടപ്പായിരുന്ന കാലത്ത് പാലിയത്ത് അച്ഛന്മാർ ചേനൽ തുടങ്ങിയതാണ് ഈ കാണുന്ന മാറ്റച്ചന്ത. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു കാലഘട്ടം അനുസ്മരിക്കുന്നതാണ് മാറ്റച്ചന്ത. ഇന്നും മാറ്റച്ചന്ത നടന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ സാധനങ്ങൾക്ക് പകരം പണമാണ് വിനിമയത്തിന് ഉപയോഗിക്കുന്നത്. മാറ്റച്ചന്ത പ്രധാനമായി നടക്കുന്നത് ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ മൈതാനത്താണ്. ഇതിനെ മാറ്റപ്പാടമെന്ന് പൊതുവിൽ അറിയപ്പെടുന്നു. പാലിയത്ത് അച്ഛന്മാരുടെ കാലശേഷവും മാറ്റച്ചന്ത എല്ലാ വർഷവും വിഷുവിന് മുമ്പുള്ള 3 ദിവസം നടന്നു വരുന്നു. ആദ്യ ദിവസത്തെ മാറ്റത്തെ ചെറിയ മാറ്റമെന്നും തലേ ദിവസത്തെ മാറ്റത്തെ വലിയ മാറ്റമെന്നും അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കച്ചവടക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഈ ചന്തയിൽ എത്തിക്കുന്നു. ഇന്നും മാറ്റച്ചന്ത നടത്തിയപ്പോൾ ചേന്ദമംഗലം പഞ്ചായത്തിന് കീഴിലാണ്. ഇന്നും ഒരു മുടക്കവും കൂടാതെ മാറ്റച്ചന്ത എല്ലാ വർഷവും വിഷുവിനോടനുബന്ധിച്ച് നടത്തിപ്പോരുന്നു. കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള കച്ചവടക്കാർ അവരവരുടെ കലാവൈവിധ്യമാർന്ന വസ്തുക്കൾ ഈ മാറ്റച്ചന്തയിൽ വിപണനത്തിനായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പെരിയാറിൻ്റെ തീരത്ത് കാണുന്ന ഈ പാറക്കെട്ട് കണ്ടു. ഇതിനാണ് മാളവനപ്പാറ എന്നറിയപ്പെടുന്നത്. എസ്ര സിനിമയിലെ എബ്രാഹിം പാട്ടുകൾ ഈ ഭാഗത്താണ്, ഈ പാറയോട് ചേർന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ പാറയെ പറ്റിയുള്ള ഐതിഹ്യം ഏതെന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ്റെ വലങ്കയ്യ പണിക്കരുവപ്പിത്താനെ പാലിയത്ത് അച്ഛന്മാർ പാറയിൽ വന്ന് കൊന്നു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് ഇപ്പോൾ പാലിയത്ത് അച്ഛന്മാർ ശക്തൻ തമ്പുരാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാറക്കുളം അഥവാ മുതലക്കുളം, ഇത് കോട്ടയിൽ കോവിലത്തുള്ള ഒരു പ്രകൃതിയാലുള്ള ഒരു നിർമ്മിതിയാണ് പാറക്കുളം. അടുത്തതായി നമ്മൾ പോകുന്നത് വൈപ്പിക്കോട്ട സെമിനാരി എന്നാണ്. 1908 പോർച്ചുഗലിൽ നിന്നെത്തിയ 2 വൈദികർ ഈ ഭാഗത്തൊരു ആശ്രമം സ്ഥാപിക്കുക അതിനോട് ചേർന്ന് ഒരു അച്ചടിശാലയും ആരംഭിച്ചു. ഇതായിരുന്നു കേരളത്തിലെ ആദ്യ അച്ചടിശാല നിലനിന്ന സ്ഥലം. ഹോളി ക്രോസ് ദേവാലയത്തോട് ചേർന്നാണ് ഈ അച്ചടിശാല സ്ഥിതി ചെയ്യുന്നത്. 1790 ടിപ്പു സുൽത്താൻ നടത്തിയ പടയോട്ടിൽ വൈപ്പിക്കോട്ട
ഹൈക്കോടതി സെമിനാരിയും അനുബന്ധ അച്ചടിശാലയും നാമാവശേഷമായി. ഇന്ന് സെമിനാരിൻ്റെ അവശിഷ്ടങ്ങളിൽ ചെറിയൊരു തൂണും ചെറിയ ഭിത്തിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം തച്ചൊടിച്ച് പോയിരിക്കുന്നു. ഇന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു സംരക്ഷിത സ്മാരകമായി പള്ളിയോട് ചേർന്ന് നിലകൊള്ളുന്നു. ഇതിനോട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വട്ടെഴുത്ത് ലിപികൾ ഇന്നും ഈ പള്ളിയോട് ചേർന്നുള്ള മതിലിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന കല്ലറയുടെ ജൂത ലിപികൾ നിങ്ങൾ എസ്രാ സീമിൽ കണ്ടു കാണാം. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ജൂത സിനഗോഗിൻ്റെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കുന്ന ലിപികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതോടൊപ്പം തന്നെ ജൂത സിനഗോഗിനെ പറ്റി പറഞ്ഞാൽ ഇതിൻ്റെ മുൻഭാഗം ജെറുസലേം അഭിമുഖമായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1614 ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെയുള്ള ജൂതന്മാർ 350 വർഷത്തോളം അന്യമതസ്ഥരുമായും എല്ലാവിധ സൗഹൃദത്തോടെ വർദ്ധിച്ചു പോന്നിരുന്നു. 1970 ഇവിടെയുള്ള മുഴുവൻ ജൂതന്മാരും ഇസ്രായേൽ എന്ന രാജ്യത്തോട് അവർ മടങ്ങിപ്പോയത്. ഭംഗിയുള്ള പ്രസംഗപീഠവും പ്രാർത്ഥനാ സമയത്ത് ചുറ്റുന്നതിനുള്ള തുകൽപ്പട്ടയും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. ജൂത പള്ളിയുടെ മുൻവശത്തുള്ള കല്ലറയിൽ കാണുന്ന ലിഖിതങ്ങൾ 1261 എഴുതിയതാണ്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഹീബ്രു ലിപികളിലെ ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങളാണ് നമ്മൾ കല്ലറയുടെ മുമ്പിൽ കണ്ട ലിഖിതങ്ങൾ. ജൂതന്മാരെ കറുത്ത ജൂതന്മാരെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ജൂതപ്പള്ളിയാണ് കോട്ടയം കൊല്ലത്തുള്ള ഈ ജൂത സിനഗോഗ്. ഈ കറുത്ത ജൂതന്മാർ അവർ ഇസ്രായേൽ മടങ്ങിയപ്പോൾ ശേഷം അവരുടെ ജീവിതം, പിന്നീടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം ഇന്നും പള്ളിയോട് ചേർന്ന് പലരുടെയും ജീവിതാനുഭവങ്ങൾ ചിത്രരൂപത്തിൽ അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഒരുപാട് ശിലാലിഖിതങ്ങൾ, പഴയ കാലത്തുള്ള ഒരുപാട് ശിലാലിഖിതങ്ങളും ഇന്നും പള്ളിയോട് ചേർന്ന് സംരക്ഷിച്ചു പോരുന്നുണ്ട്. കുറേ കൊല്ലങ്ങളോളം ഒരുവിധ സംരക്ഷണമില്ലാതെ പള്ളി നിലനിന്ന് പോന്നിരുന്നു. ഒടുവിൽ 2005 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ചില കേടുപാടുകൾ ഇന്ന് പള്ളിക്ക് നമുക്ക് കാണാവുന്നതാണ്. ദീർഘകാലം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇന്നും പള്ളിയോട് ചേർന്ന് കാണാം. പക്ഷേ ഇത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ സിനഗോഗായിട്ടാണ് കരുതപ്പെടുന്നത്. ചുറ്റുപാടിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയുടെ 2 കിലോമീറ്ററിൽ താഴെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ ദേവാലയവും മുസ്ലിം ജുമാ മസ്ജിദും ജൂത സിനഗോഗും അതോടൊപ്പം തന്നെ കുന്നത്തളി ക്ഷേത്രവും ഈ 4 മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു കേരളത്തിലെ തന്നെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കോട്ടയിൽ കോവിലകം. എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ എല്ലാ ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് പാലിയത്ത് അച്ചന്മാർ എത്രത്തോളം പ്രാധാന്യം മതസൗഹാർദ്ദത്തിന് നൽകി എന്നതിനെക്കുറിച്ചാണ്. എല്ലാ മതസ്ഥരും വളരെ സൗഹൃദത്തോടെ വസിച്ചു പോന്നിരുന്ന ഒരു പ്രദേശമാണ് പെരിയാറിൻ്റെയും ചാലക്കുടിയാറും ചേർന്ന ഈ കോട്ടയിൽ കോവിലകവും ചേന്ദമംഗലവും ചേർന്ന പ്രദേശം. ഇന്നും അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടെ ജീവിച്ചു പോരുന്ന ഒരിടമാണ് കോട്ടയിൽ കോവിലകം. ഇന്ന് നമ്മൾ പോകുന്നത് ജൂത കല്ലറയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ്. പക്ഷേ അത് കാട് മൂടിയ നിലയാണ്. അതിനാൽ നമുക്ക് ജൂത കല്ലറയിൽ എത്താൻ പറ്റുമോ എന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് അതിനടുത്തുള്ള കുന്നത്തളി ക്ഷേത്രവും ടിപ്പു സുൽത്താൻ്റെ കോട്ട നിലനിന്നിരുന്ന ഇടങ്ങളിലൂടെ നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തുന്ന ഈ കുന്നിൻ്റെ മുകളിലാണ് വില്ലാർവട്ടം കോവിലകത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ ജൂത കല്ലറയിലോട്ടുള്ള വഴിയും ഇതാണ്. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഈ വട്ടത്തിൽ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട മുമ്പുണ്ടായിരുന്ന സ്ഥലം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.